Watch full episodes on Jio Hotstar. അങ്ങനെ അവസാനം ഇവിടെ എത്തിക്കഴിഞ്ഞു. അഡ്വാൻസ് മാജിക്കൽ സ്കൂൾ. സ്കൂൾ എന്ന് പറയുമ്പോൾ ഒരുപാട് കുട്ടികളുണ്ടാവും. ഒരുപാട് കുട്ടികളുണ്ടെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങളും ഉണ്ടായിരിക്കും. ഒരുപാട് സ്വപ്നങ്ങൾ എന്ന് വെച്ചാൽ ഒരുപാട് നിലവിളികളും ഉണ്ടായിരിക്കും. അന്തർ മദർ കാളി കലന്തർ. പോകൂ, എന്റെ സ്വപ്നങ്ങളൊക്കെ പോകൂ. അവിടെ പോയി ആ കുട്ടികളെ നല്ലപോലെ പേടിപ്പിക്കേ. അവര് നിലവിളിക്കുന്ന ശബ്ദം ഇവിടം വരെ കേൾക്കണം. എന്നിട്ട് വേണം എനിക്കെന്റെ വിശപ്പ് തീർക്കാൻ. നമ്മളിത് എവിടെയാ വന്നിരിക്കുന്നേ? എന്ത്, നമ്മൾ ആകാശത്തിൽ പറക്കുകയാണെന്നോ? അല്ല, എന്ത് പറ്റി? ഞങ്ങളൊരു പേടി സ്വപ്നം കണ്ട് ഞെട്ടിപ്പോയി. ഞങ്ങളുടെ ബെഡ് ഉണ്ടല്ലോ അമ്മേ, ആകാശത്തിൽ പറക്കുന്നത് പോലെ ഞങ്ങൾ കണ്ടു. ഞാൻ അതേ സ്വപ്നം തന്നെ കണ്ടത്. അല്ല, എന്താ സംഭവിച്ചത്? ഞങ്ങൾ വളരെ അപകടം പിടിച്ച ഒരു സ്വപ്നം കണ്ടു. ഞങ്ങൾ രണ്ടുപേരും ഒരേപോലത്തെ സ്വപ്നം കണ്ടത്. ഡ്രാഗൺ ഞങ്ങളെ ചേസ് ചെയ്യുന്ന പോലെ. അതെയോ? ഞാനും ദുസ്വപ്നം കണ്ടു. അല്ല, ഈ ശബ്ദം എവിടുന്നാ കേൾക്കുന്നേ? എന്റെ സ്വപ്നങ്ങളൊക്കെ പോകൂ. അവിടെ പോയി ആ കുട്ടികളെ നല്ലപോലെ പേടിപ്പിക്കേ. അവര് നിലവിളിക്കുന്ന ശബ്ദം ഇവിടം വരെ കേൾക്കണം. എന്നിട്ട് വേണം എനിക്കെന്റെ വിശപ്പ് തീർക്കാൻ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എന്തിനാ എല്ലാരും ഇങ്ങനെ ഒച്ച വയ്ക്കുന്നേ? എല്ലാരും ഒന്ന് സമാധാനിക്കും. അല്ല, ആ നിലവിളി ശബ്ദമൊക്കെ എങ്ങനെ പെട്ടെന്ന് നിന്ന് പോയത്? എന്താ പറ്റിയത്? എല്ലാരും കൂടി എന്തിനാ കരഞ്ഞത്? ഞങ്ങള് അതിഭയങ്കരമായ സ്വപ്നം കണ്ടു. ഒരു വലിയ സ്പൈഡർ മോൺസ്റ്റർ എന്നെ ചേസ് ചെയ്ത് വരുന്നുവായിരുന്നു. ഞാൻ സ്വപ്നത്തിൽ കണ്ടത് ഒരു രാക്ഷസ പല്ലി എന്നെ ചേസ് ചെയ്ത് വരുന്നതായിട്ടാ. ഞാൻ ആരെയും ഞെട്ടിക്കുന്ന ഗോസ്റ്റിനെയാ കണ്ടത്. എല്ലാരും സമാധാനിക്കും. മാഡം കോണൻകു, ഇതൊക്കെ ആരോ ചെയ്ത ചതിയാണെന്നാ തോന്നുന്നേ. കണ്ടില്ലേ, എല്ലാരും ഒരുമിച്ച് പേടി സ്വപ്നം കണ്ടിരിക്കുന്നു. അല്ലാതെ ഇതൊരു കോയിൻസിഡൻസ് ആവാൻ ചാൻസ് ഇല്ല. എല്ലാരും ഒരുമിച്ച് ദുസ്വപ്നം കണ്ടിരിക്കുക. എന്റെ അഭിപ്രായത്തിൽ ഇന്ന് നമ്മൾ എല്ലാരും ഒരുമിച്ചാണ് ഇരിക്കേണ്ടത്. ചെയ്തത് ആരാണെങ്കിലും ശരി, അവൻ നമ്മളെ വീണ്ടും ആക്രമിക്കാൻ ശ്രമിക്കും. നീ പറഞ്ഞത് ശരിയാണ് രുദ്ര. എല്ലാവരുടെയും സുരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഹാളിൽ കിടന്നുറങ്ങാം.
അത് ശരി. അപ്പൊ ഇവരൊക്കെ ഇവിടെ കിടന്ന് ഉറങ്ങുകയായിരുന്നു അല്ലേ? പോകൂ പോകൂ എന്റെ സ്വപ്നമേ പോകൂ. അവിടെ പോയി അവരെ നല്ലപോലെ പേടിപ്പിക്കേ. അവരുടെ നിലവിളി ശബ്ദം ഇങ്ങോട്ട് കൊണ്ടുവാ. അത് കൊണ്ടുവന്ന് എന്റെ പവർ കൂട്ട്. ഹലോ സർ, നിങ്ങൾ ആരാ? നിങ്ങൾക്ക് ഇവിടെ എന്താണ് കാര്യം? I am magician of bad dreams and fear. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ ഉറക്കമില്ലാതാക്കും. നിങ്ങളെ എല്ലാം ഞാൻ പേടിപ്പിക്കും. I am magician of nightmare. ഓ, അപ്പൊ നിങ്ങളാണല്ലേ എല്ലാവരുടെ ഉറക്കത്തിലും ദുസ്വപ്നങ്ങൾ ഉണ്ടാക്കുന്നത്? എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകുന്നതാ നല്ലത്, അല്ലെങ്കിൽ സംഭവം വഷളാവുവേ. എന്നെ ഇവിടെ ആര് തടഞ്ഞു നിർത്താനാണ്? ആര്? നീയാണോ? നീ ഇപ്പോ ഉണർന്നിരിക്കുകയാണ്. പക്ഷേ എപ്പോഴെങ്കിലും നീയും ഉറങ്ങിയല്ലേ പറ്റൂ. നീ ഉറങ്ങുമ്പോ ഞാൻ അവിടെ എത്തും, നിന്നെ വേട്ടയാടാനെത്തും. അപ്പോ നീ എന്ത് ചെയ്യും? തനിക്ക് എന്നെ കുറിച്ച് അറിയില്ലെന്ന് തോന്നുന്നു. അറിഞ്ഞിരുന്നെങ്കിലേ താൻ ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു. രുദ്രയുടെ പ്രായവും രുദ്രയുടെ മാജിക്കും ഒരിക്കലും സംശയിക്കരുത്. എന്റെ ആക്രമണം ഇങ്ങനെയല്ല. എന്റെ ആക്രമണം സ്വപ്നങ്ങളിലാണ് നടക്കുന്നത്. ഞാൻ നീ ഉറങ്ങുന്നത് വരെ കാത്തിരിക്കും. ഓഹോ, കുട്ടികൾ ഉറങ്ങിയല്ലേ? ഈ കൂർക്കമ്പലി ശബ്ദം കേൾക്കാൻ നല്ല രസമുണ്ട്. ഇനിയാണ് എന്റെ കളി തുടങ്ങാൻ പോകുന്നത്. പോകൂ പോകൂ എന്റെ പ്രിയ സ്വപ്നമേ പോകൂ. അവിടെ പോയി അവരെ എല്ലാം പേടിപ്പിക്കേ. അവരുടെ നിലവിളി ശബ്ദം ഇവിടെ കൊണ്ടെത്തിക്കേ. എന്നിട്ട് എന്റെ വിശപ്പ് തീർക്ക്. കുട്ടിയുടെ നിലവിളി ശബ്ദം അങ്ങോട്ടേക്കാണ് പോകുന്നത്. എന്ന് വെച്ചാൽ അവൻ കാട്ടുന്നാണ് സ്വപ്നങ്ങൾ അയക്കുന്നത്. വരൂ, എന്റെ ശക്തി കൂട്ടൂ. വരൂ വരൂ. വേണ്ട വേണ്ട
വെളിച്ചം വേണ്ട, വെളിച്ചം വേണ്ട. മര്യാദക്ക് സ്കൂൾ വിട്ട് പോകുന്നതാ നല്ലത്. ഇതില്ലാതെ നിനക്ക് വേറെ ഓപ്ഷൻ ഇല്ല. നീയാണ് ആദ്യത്തെ കുട്ടി. നീയാണ് എന്നെ കണ്ട് പേടിക്കാത്തത്. നിനക്ക് ഞാൻ സ്പെഷ്യൽ നൈറ്റ്മേഴ്സ് തരും. അത് വളരെ ഭയങ്കരമായിരിക്കും. നീ കരഞ്ഞ് കരഞ്ഞ് എന്നോട് സഹായം അഭ്യർത്ഥിക്കും. ഏയ്. ഞാൻ പേടിപ്പിക്കുന്ന സ്വപ്ന കണ്ടത്. അതിഭയങ്കര സ്വപ്നമായിരുന്നു. ഞാൻ പേടിച്ചു പോയി. എന്റെ ബെഡ് ആകാശത്തില് പറന്നുപോയി. അപ്പൊ ഒരു മമ്മി വീട്ടിൽ ജീവനോടെ തിരിച്ചു വന്നു. രുദ്ര, നീ എന്തെങ്കിലും സ്വപ്നം കണ്ടോ? ഇല്ല, അതിന് ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടില്ലല്ലോ. ഈ പ്രോബ്ലമിനുള്ള സൊല്യൂഷൻ പരത്തിക്കൊണ്ടിരിക്കുവായിരുന്നു. ചെടി, നീ ആ സോസ് ഒന്ന് പാസ് ചെയ്തേ. എന്റെ മാജിക് ശരിക്കും വർക്കൗട്ട് ആവുന്നില്ലല്ലോ. എന്ത് പറ്റി ജെഡി? ഉറക്കം കാരണം ശരിക്കും മാജിക് ചെയ്യാൻ പറ്റുന്നില്ലേ? എന്നാ പിന്നെ നീ പവർ കാണിക്ക്. രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നതല്ലേ. എനിക്ക് രാവിലെ തന്നെ വളരെ ക്ഷീണം തോന്നുന്നു. എനിക്കും എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. എനിക്ക് രാവിലെ മാജിക് പോലും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ അവന്റെ നൈറ്റ് മാർസിന്റെ എഫക്റ്റ് ആയിരിക്കും. നിങ്ങളുടെ നിലവിളിക്കുമ്പോ അവന്റെ പവേഴ്സിന്റെ എഫക്റ്റും കൂടുകയാണ്. നിങ്ങളത് കുറയും ചെയ്യും. പക്ഷേ എന്റെ പവേഴ്സ് കറക്റ്റ് ആയിട്ടുണ്ടല്ലോ. ഇപ്പൊ കാണിച്ചു തരാം. അന്തർ മന്തർ കാലിക്കലാന്തർ പറഞ്ഞു ചെല്ല്. ചെന്ന് ഒരുപാട് പഠിപ്പിക്കുക. ആരാണോ എന്റെ പവേഴ്സിനെ സംശയിക്കുന്നത് അവർക്കൊക്കെ ഒരുപാട് പഠിപ്പിക്കുക. നീ എന്താ ചെയ്യുന്നേ? ഇതൊക്കെ ഒന്ന് നിർത്ത്. നിന്റെ മാജിക് ഒന്ന് നിർത്ത് പ്ലീസ്. സൈലൻസ്. മാഡം കോണങ്കോ, എല്ലാ കുട്ടികൾക്കും നല്ല ഉറക്കം വരുന്നുണ്ട്. രാത്രി ആരും ശരിക്കും ഉറങ്ങിയിട്ടുമില്ല. ആ നൈറ്റ് മാർ മജീഷ്യന്റെ വീക്ക്നെസ് വെളിച്ചമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ എല്ലാവരും പകൽ സമയത്താണ് ഉറങ്ങേണ്ടതെന്ന്. എന്നിട്ട് നൈറ്റ് ക്ലാസ്സസ് നടത്താം. അത് നല്ല ഐഡിയ. സ്റ്റുഡൻസ് എല്ലാവരും ശ്രദ്ധിക്കൂ. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം നിങ്ങളുടെ ഉറക്കം ശരിയാകാനായിട്ട് ഉറങ്ങാനായിട്ട് പോകുക. നിങ്ങളുടെ ക്ലാസ് രാത്രിയിൽ നടത്തുന്നതായിരിക്കും. ഇതെന്താണ്, കുട്ടികൾ ഉറങ്ങിപ്പോയോ? പകല് കിടന്നുറങ്ങുകയാണോ? അതെന്തായാലും നന്നായി. അവരെല്ലാരും വിചാരിച്ചിരിക്കുന്നത് എനിക്ക് രാത്രിയിൽ മാത്രമേ അറ്റാക്ക് ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ്. നല്ല രസമായിരിക്കും. പോകൂ പോകൂ എന്റെ പ്രിയ സ്വപ്നങ്ങളെ, പോകൂ. അവിടെ പോയി ആ കുട്ടികളെ പേടിപ്പിക്ക്. അവരുടെ നിലവിളി ശബ്ദം എന്റെ കാതിൽ കേൾക്കണം. അങ്ങനെ എന്റെ വിശപ്പ് തീർക്ക്. ഞാൻ ഇന്ന് നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവും. ഓക്കെ മൈറ. ഒരു മിനിറ്റ്. സ്ക്രീൻ ബ്രേക്കിംഗ് ക്ലൗഡ് ക്രിയേറ്റോ. അല്ല, ഇതെന്താ? നമുക്കൊരു പക്ഷെ നൈറ്റ് മാച്ച് വരികയാണെങ്കിൽ ഈ ബെൽ നമ്മളെ എഴുന്നേൽപ്പിക്കും. അതുകൊണ്ട് നമ്മൾ പേടിച്ച് അലറി വിളിക്കേണ്ട കാര്യമില്ല.
അവിടെ നോക്ക്, അവിടെ ഒരു കഥകുണ്ട്. രുദ്ര, നമ്മൾ ഡേ ആൻഡ് നൈറ്റ് പ്ലാൻ ഫെയിലായി പോയല്ലോ. എല്ലാവരും ഡേയിൽ കിടന്നുറങ്ങിയിട്ടും ഡേ മയർ കിട്ടിയിരിക്കുക. ഈ നൈറ്റ് മെയർ മ്യൂജീഷ്യൻ വളരെ പവർഫുൾ ആണെന്നാ തോന്നുന്നത്. നമ്മൾ എത്രയും നേരം ഉറങ്ങുന്നോ അത്രയും പവേഴ്സ് നമ്മുടെ ദേഹം വിട്ട് പോകും. പിന്നെ അവൻ പവർഫുൾ ആയിട്ട് മാറിയിരിക്കും. ആ മജിഷ്യൻ എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ടായിരിക്കണം. അവൻ സ്വപ്നത്തിലാണ് ഒന്ന് അറ്റാക്ക് ചെയ്യുന്നത്. നമ്മൾ എങ്ങനെ അവന്റെ സ്വപ്നത്തിൽ പോയി തോൽപ്പിക്കുന്നത്? ഡ്രീം വേൾഡിനാണ് അവന്റെ ടോട്ടൽ പവറും ഉള്ളത്. നമുക്ക് എന്തായാലും അലസ സാറിനോട് ഒരു സഹായം ചോദിച്ചാലോ? ഡ്രീം വേൾഡിനെ കുറിച്ച് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അറിയാമായിരിക്കും. മൈര, നീ പറഞ്ഞത് വളരെ ശരിയാണ്. വരൂ, അലഗ സാറിനോട് നിങ്ങളെ കണക്ട് ചെയ്തു തരാം. രുദ്ര, how are you? കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മൾ കണ്ടിട്ട് കുറെ ആയല്ലോ. ഹലോ അലഗ സർ, നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. എന്താ പറ്റിയത്? അലഗ സർ, ഞങ്ങളുടെ അക്കാഡമിയിൽ ഒരു മജീഷ്യൻ എല്ലാവർക്കും പേടി സ്വപ്നം കൊടുത്തോണ്ടിരിക്കുക. കുട്ടികളുടെ നിലവിളി കാരണം അവന്റെ പവേഴ്സ് കൂടിക്കൊണ്ടിരിക്കുക. അത്തരമൊരു മജീഷ്യനെ കുറിച്ച് ഞാൻ ഇതുവരെ കേട്ടിട്ട് പോലുമില്ലല്ലോ. ഡ്രീം വേൾഡ് കൺട്രോൾ ചെയ്യാനുള്ള പവറോ? ഇത് ഓൾഡ് മാജിക്കൽ വേർഡ് കം മാജിക് ആണ്. ഇന്നിവിടെ ഏറ്റവും പഴയ ആളാരെങ്കിലും ഉണ്ടെങ്കില് അവരാണ് മിസ് എൻക്വയറി. ഗുഡ് മോർണിംഗ് മിസ് എൻക്വയറി. ഹലോ രുദ്ര, നിനക്ക് സുഖാണോ? നിന്നെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം വന്നിരിക്കുകയാണല്ലോ. നിനക്ക് ഞാൻ കോഫി എടുത്തോണ്ട് വരാം. ഹലോ ഹലോ, ആദ്യം അവൻ പറയുന്നതൊന്ന് കേക്ക്. കോഫിയൊക്കെ നമുക്ക് പിന്നെ കുടിക്കാന്നേ. ആര് പറയുന്നത് കേൾക്കാനാ? ആരാ ഇവരൊക്കെ? ഷിടാ, ഇതാണ് രുദ്ര. ഇപ്പോഴല്ലേ നീ ഹലോ പറഞ്ഞത്? രുദ്ര? അതെ അതെ, എന്തു പറ്റി? ഒരു മജീഷ്യൻ ഉണ്ട്. അവൻ കുട്ടികൾക്കൊക്കെ നൈറ്റ് മെയർസ് കൊടുക്കുക. അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? ആണോ? നൈറ്റ് മെയർ തരുന്ന മജീഷ്യൻ. അവന്റെ പേര് നൈറ്റ് മെയർ മജീഷ്യൻ. അവനെ കുറിച്ച് ഒരു കാര്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ.
സാധാരണയായിട്ട് എല്ലാവർക്കും ഉറക്കം വരും, അവനും ഉറക്കം വരും. എപ്പോഴും ഉണർന്നിരിക്കണം, ഒരിക്കലും ഉറങ്ങരുത്, കാരണം നീ വിജയിക്കേണ്ടവനാണ്. ഇപ്പൊ ചെന്ന് കോഫി എടുത്തോണ്ട് വരട്ടെ. നിക്കൂ, അങ്ങനെ നിങ്ങളിപ്പോ പോരുത്. ഇപ്പൊ എന്താ കാര്യം? അവനെ കുറിച്ച് വേറെ നിങ്ങൾ പറയാൻ പറ്റുമോ? ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ഇല്ല, ഇവിടെ ഒരു പ്രശ്നവും ഇല്ല. അല്ലല്ല, ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നത്. നിങ്ങൾ എല്ലാവരും നെർവസ് ആണല്ലോ. നിന്റെ പേര് മൈറ എന്നല്ലേ? ഹായ്, നൈസ് മീറ്റിംഗ് യു മൈറ. വരൂ, നമുക്ക് രണ്ടുപേർക്കും കോഫി കുടിക്കാം. എത്രയും വേഗം ഇമേജ് ഇല്ലാതെയാക്ക്, ഞങ്ങളെ തിരിച്ച് പറഞ്ഞയക്ക്, അല്ലെങ്കിൽ ആകെ പ്രശ്നമായി തീരും. ഇവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഉറക്കം എല്ലാവർക്കും വരാറുണ്ട്, അവനും ഉറങ്ങണല്ലോ. എപ്പോഴും ഉണർന്നിരിക്കണം, ഒരിക്കലും ഉറങ്ങരുത്. എന്ന് വെച്ചാൽ അവൻ ഉറങ്ങുന്നത് വരെ നമ്മൾ കാത്തിരിക്കണോ? അതെ, അവൻ ഉറങ്ങുന്നത് വരെ നമ്മൾ കാത്തിരിക്കണം. നമ്മൾ എപ്പോഴും ഉണർന്നിരിക്കണം, അങ്ങനെയാവുമ്പോ അവന് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവൻ ഉറങ്ങുന്നത് കാരണം നമുക്കെന്താ ലാഭം? അവൻ എന്താണോ നമ്മളോട് കാണിച്ചത് അത് തന്നെ നമ്മൾ അവനോട് തിരിച്ചു കാണിക്കും. അവൻ ഉറങ്ങുമ്പോ ആദ്യം നമ്മൾ അവനെ അറ്റാക്ക് ചെയ്യും. പക്ഷെ ആരും ഇത്ര ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല. നിങ്ങൾക്കാർക്കും ഇപ്പോൾ ഫുൾ സ്ട്രെങ്തുമില്ല. കുട്ടികൾ ഉറങ്ങിയാൽ മാത്രമേ അവർ പവർഫുൾ ആയി തീരൂ. ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ അവനെ കണ്ടെത്തുക എന്നത് വളരെ അസാധ്യമാണ്. എക്സാക്ട്ലി മൈറ, നമ്മൾ അവനെ തേടി ചെല്ലുന്നതിന് മുമ്പ് അവൻ നമ്മൾ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും. അതിനുവേണ്ടി ഒരു ട്രാപ്പ് റെഡിയാക്കണം. മാഡം കോണൻഗോ, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതായത് ഇപ്പൊ നിങ്ങൾ മിറർ ഇമേജ് ക്രിയേറ്റ് ചെയ്തില്ലേ, അതുപോലെ എല്ലാ കുട്ടികളും പേടിച്ച് വരച്ച് ഉറങ്ങുന്ന പോലെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ആകുമ്പോൾ നൈറ്റ് മെയർ മജീഷ്യൻ അവിടെ എത്തും, കൃത്യസമയത്ത് ഞാൻ അവനെ പിടിക്കുകയും ചെയ്യും. തീർച്ചയായും രുദ്ര, നല്ല ഐഡിയ. ശരി, വരൂ. രുദ്ര, എല്ലാം സെറ്റാക്കി കഴിഞ്ഞു. നമുക്കിനി നൈറ്റ് മെയർ മജീഷ്യന് വേണ്ടി കാത്തിരിക്കാം. ഓക്കെ മാഡം കോണൻഗോ. കുട്ടികളെ, നിങ്ങൾ ആരും പേടിക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ എല്ലാവരും ഒരുമിച്ചാണ് ഇവിടെയുള്ളത്. എന്റെ സ്വപ്നം കണ്ട് കുട്ടികൾ എഴുന്നേക്കില്ലേ? അതെങ്ങനെ സംഭവിക്കും? ഗ്രൗണ്ടിൽ കിടത്തി ഉറക്കിയാൽ മജീഷ്യൻ ഓഫ് നൈറ്റ്മെയർസിന്റെ സ്വപ്നം വിഫലമായി പോകുമോ? ഒരിക്കലും അത് സംഭവിക്കില്ല. പോകൂ, 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 വേഗം പോകൂ എന്റെ സ്വപ്നങ്ങളെ, വേഗം പോകൂ. അവിടെ പോയി അവരെ പേടിപ്പിക്കേ, അവരുടെ നിലവിളി ശബ്ദം എന്നെ അടുത്ത് കൊണ്ടുവാ. അങ്ങനെ അങ്ങനെ എന്റെ വിശപ്പ് മാറ്റട്ടെ, അങ്ങനെ എന്റെ ശക്തി കൂട്ടട്ടെ. ഹേ മൈറ, ഒന്ന് എണീറ്റ്. ഇത് കണ്ടോ, ഡ്രാഗൺ ഇപ്പൊ എന്നെ ചേസ് ചെയ്യാ. എന്നെ ഇപ്പൊ ഡ്രാഗൺ ചേസ് ചെയ്യാണ്. എന്താ ഇത്? എന്റെ ഭീകരമായ സ്വപ്നം കണ്ടിട്ട് കുട്ടികൾ പൊട്ടിച്ചിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിക്കും? പോകൂ, പോകൂ എന്റെ ഭീകരമായ സ്വപ്നങ്ങളെ, പോകൂ എന്റെ നൈറ്റ് മെയർ, പോകൂ, പേടിപ്പിക്കൂ അവരെ, നല്ലപോലെ പേടിപ്പിക്കേ, ചെല്ലേ. കുട്ടികൾ ഇപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പൊട്ടിച്ചിരിക്കാൻ മാത്രമേ ഇപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചത്? എത്ര അതിഭീകരമായ സ്വപ്നങ്ങളാണ് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്, എന്നിട്ട് നിങ്ങൾക്കാർക്ക് പേടി തോന്നുന്നില്ലേ? ഹലോ നൈറ്റ് മെയർ മജീഷ്യൻ. ഓ, അപ്പൊ നീയാണല്ലേ ഈ കളി കളിച്ചത്? നീ എന്നെ ട്രാപ്പ് ചെയ്യാൻ നോക്കുമായിരുന്നു അല്ലേ?
ഇപ്പൊ നിന്നെ ഫേസ് ടു ഫേസ് മീറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമല്ലേ? പക്ഷെ നിന്നെ അങ്ങനെ പെട്ടെന്നൊന്നും കാണാൻ പറ്റില്ലല്ലോ. കണ്ടില്ലെങ്കിൽ എങ്ങനെ വഴക്കിടുന്നത്, എങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഒന്നെങ്കിൽ നേരിട്ട് ഫൈറ്റ് ചെയ്യേ, അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കാതെ ഓടിക്കോ. രുദ്ര, ഞാൻ ഫൈറ്റ് ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും. പക്ഷേ എന്റെ ഫൈറ്റ് ചെയ്യുന്ന രീതി വളരെ വ്യത്യസ്തമാണ്. ഞാൻ എന്റെ സമയത്താണ് ഫൈറ്റ് ചെയ്യുന്നത്. അതിനുള്ള സ്ഥലവും എന്റേതായിരിക്കും, സ്വപ്നവും എന്റേതായിരിക്കും. നിനക്ക് ഉറക്കം മാത്രമായിരിക്കും സ്വന്തം, മറ്റുള്ളതെല്ലാം എന്റേതാണ്. നീ എത്ര നേരം ഇങ്ങനെ ഉറങ്ങാതിരിക്കും? നീ ഉറങ്ങുന്നത് വരെ ഞാനിവിടെ കാത്തിരിക്കും. ബൈ ബൈ. രുദ്ര, ആത്മവിശ്വാസം നല്ലതാണ്, പക്ഷെ അത് അധികമായാൽ അപകടവുമാണ്. അത് ശരി, അപ്പൊ നീ ഇവിടെയാണല്ലേ പതുങ്ങിയിരിക്കുന്നത്? നൈറ്റ് മാർ മജീഷ്യൻ, ഇപ്പൊ നിനക്കൊരു നല്ല പാഠം പഠിപ്പിച്ചുതരാം. നിനക്കൊരു കാര്യം അറിയോ? ഈ കളർഫുൾ സ്മോക്ക് എന്താണെന്ന്? ഇത് ഉറങ്ങാനുള്ള സ്മോക്കാണ്, സ്ലീപ്പിംഗ് സ്മോക്ക്. നീ എത്രയും പെട്ടെന്ന് ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോകും. അങ്ങനെ നീ ഉറങ്ങിയതിനു ശേഷം ഞാൻ നിനക്ക് പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ തരും, അതിഭീകരമായ സ്വപ്നങ്ങൾ. നീ അലറി കരയും, നിലവിളിക്കും. അതോടെ നിന്റെ കഥ തീരും. പോകൂ, പോകൂ. ഇനി നീ എത്ര ദൂരം പോകും? നിനക്കെപ്പോഴെങ്കിലും ഉറങ്ങിയല്ലേ പറ്റൂ. അങ്ങനെ നീ ഉറങ്ങുമ്പോൾ ഞാൻ അവിടെ പറന്നെത്തും. പിന്നെ നീ കണ്ണു തുറക്കാൻ ഞാൻ സമ്മതിക്കില്ല. മൈര, വരുൺ, എനിക്ക് നല്ല ഉറക്ക. മേഡം കോണുങ്ക ഇവിടെ പോയി. സംഭവിക്കുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എന്നാലും രുദ്രയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥയായല്ലോ. ഇവനെ വിളിച്ചുണർത്തണം, അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കാണേണ്ടി വരും. ഇപ്പൊ ഇവന് മാത്രമേ നമ്മളെ രക്ഷിക്കാനാവൂ. രുദ്രയ്ക്ക് എന്ത് സംഭവിച്ചു? മാഡം കനങ്കോ, രുദ്രയെ നൈറ്റ്മെയർ മജീഷ്യൻ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ രുദ്രയുടെ പുറകെ ചെന്നിരുന്നു. അപ്പൊ ഞങ്ങൾ കണ്ടത് ഇവൻ ഉറക്ക ക്ഷീണത്തിൽ താഴേക്ക് വീഴുന്നതാണ്. പക്ഷെ ഞങ്ങൾ കറക്റ്റ് സമയത്തിന് അവിടെ എത്തിക്കഴിഞ്ഞു. എന്നിട്ട് ഉടൻ തന്നെ രുദ്രനെ ഇവിടെ കൊണ്ടുവരികയും ചെയ്തു. നിങ്ങൾ രണ്ടാളും വളരെ നല്ല കാര്യം ചെയ്തിരിക്കുന്നേ. വെൽ ഡൺ. ഓൾ ടീച്ചേഴ്സ്, എന്നെ ഒന്ന് സഹായിക്കേ. മാഡം കോണുങ്കോ. രുദ്ര, ഒന്ന് വിശ്രമിക്കൂ. നീ ഇപ്പോൾ ഓക്കെ ആണോ? യെസ് മാഡം കോണുങ്കോ. ആ മജീഷ്യൻ എനിക്കെതിരെ സ്ലീപ്പിംഗ് സ്മോക്ക് ബോംബ് ഉപയോഗിച്ചു. അവൻ എന്നെ ഡീപ് സ്ലീപ്പിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചതാ. എന്നിട്ട് എൻ്റെ സ്വപ്നത്തിലേക്ക് ചെന്ന് എന്നെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ ഇപ്പം എനിക്കറിയാം അയാൾ എവിടെയാണ് ഉള്ളതെന്ന്. വെരി ഗുഡ് രുദ്ര. നമ്മുടെ കൈവശം അവന്റെ ലൊക്കേഷൻ ഉണ്ട്. ഇനി ആവശ്യം നല്ലൊരു മാസ്റ്റർ പ്ലാൻ ആണ്. ഒന്ന് നിർത്ത്, ഞാനൊന്ന് ഉറങ്ങട്ടെ.
എന്തെവിടെ നടക്കുന്നേ? നിങ്ങൾ എന്തായി കാണിക്കുന്നേ? ഓ, അപ്പോൾ ഇതൊക്കെ നിന്റെ പണിയായിരുന്നു അല്ലേ രുദ്ര? ഹലോ മജീഷ്യൻ. നീ എന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ല അല്ലേ? നിന്നെ ഇപ്പോ ഞാൻ എന്നേക്കുമായി ഉറക്കാൻ പോവുകയാണ്. നീ ഞങ്ങൾ ഉറങ്ങാൻ സമ്മതിച്ചില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങളും നിന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ല. നിനക്ക് ഉറങ്ങിയാലേ പറ്റൂ. വേണമെങ്കിൽ ഫേസ് ടു ഫേസ് നമുക്ക് ഏറ്റുമുട്ടാം, പഴയ കണക്കൊക്കെ ഒന്ന് തീർക്കാം. എങ്കിൽ വരൂ രുദ്ര, നിനക്കത് ഇഷ്ടമുള്ള കാര്യമല്ലേ ഫേസ് ടു ഫേസ് ഫൈറ്റ് ചെയ്യുന്നത്? 1 to 1 ഫൈറ്റ് ചെയ്യുന്ന കാര്യം നീ എന്റെ രീതിയിൽ ഫൈറ്റ് ചെയ്യാൻ എന്നെ അനുവദിക്കില്ല അല്ലേ? എങ്കിൽ ശരി, നിന്റെ രീതിയിൽ തന്നെ നമുക്ക് ഫൈറ്റ് ചെയ്യാം. ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ അവസാനിപ്പിക്കും രുദ്ര. നിന്റെ അഹങ്കാരം ഞാൻ ഇന്ന് നിർത്തും. രുദ്രയുടെ പ്രായവും രുദ്രയുടെ മാജിക്കും ഒരിക്കലും സംശയിക്കരുത്. അവിടെ നിൽക്ക്, നീ എങ്ങോട്ടാണ് ഈ പോകുന്നത്? നമ്മൾ തമ്മിൽ പരസ്പരം പോരാടുമ്പോൾ ആരും ഇടയിൽ വരില്ല. ഞാനത് അപ്പോഴേ പറഞ്ഞതല്ലേ, ഫൈറ്റ് ചെയ്യുന്ന സമയം എന്റേതാണ്, സ്ഥലവും എന്റേതാണ്, സ്വപ്നങ്ങളും എന്റേതാണ്. പക്ഷേ ഉറക്കം അത് മാത്രം നിന്റേതായിരിക്കും. എവിടെ പോയി? ഇനി നീ എങ്ങനെ രക്ഷപ്പെടും രുദ്ര? അതെല്ലാം പറന്ന് പറന്ന് നിന്റെ അടുത്തെത്തിച്ചേരും. തടഞ്ഞാലും തടഞ്ഞില്ലെങ്കിലും അത് എത്തിച്ചേരും. നീ ഉറങ്ങിയേ മതിയാവൂ. നിനക്ക് ഫൈറ്റ് ചെയ്യാൻ വലിയ ആഗ്രഹമായിരുന്നില്ലേ? ഇറങ്ങി വാ, വാ, നമുക്ക് യുദ്ധം ചെയ്യാം. മൾട്ടി ടാർഗറ്റ് അറ്റാക്കോ. അവിടെ നോക്ക്, രുദ്രയ്ക്ക് ഉറക്കം വരുന്നു. അവൻ ഉറങ്ങിപ്പോയാൽ പിന്നെ പ്രശ്നമായി പോവും. അവൻ എങ്ങനെയെങ്കിലും ആ ബബിളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണം. ആരും ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഞാനും രുദ്രയും തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ നേരിട്ട് അവന്റെ സ്വപ്നത്തിൽ ചെന്ന് എന്നിട്ട് നേരിട്ട് അവനെ സൂപ്പർവൈസ് ചെയ്യും. അവൻ അലറിക്കരയും നിലവിളിക്കും. ആ കാര്യത്തിൽ ഇന്ന് എന്നെ ആർക്കും തടഞ്ഞു നിർത്താനാവില്ല. ഇവൻ എന്നെ ഒരുപാട് ശല്യപ്പെടുത്തി. ഞാനിപ്പോൾ തന്നെ നിന്റെ സ്വപ്നത്തിലേക്ക് എത്താൻ തയ്യാറെടുക്കുകയാണ് രുദ്ര. ഹലോ നൈറ്റ് മാജിഷ്യൻ, ഞാനിപ്പോ ഉറങ്ങാൻ പോവാ. തന്റെ ഉടക്കത്തെ സ്വപ്നം കൊണ്ട് വരുന്നുണ്ടോ അതോ? ഞാനിതാ വരുന്നു. ഒരു കാര്യം ഓർത്തോ, ഒരുപക്ഷെ സ്വപ്നത്തിൽ നിന്ന് ഞാൻ പുറത്തു വന്നില്ലെങ്കിൽ പിന്നെ നിനക്കും വരാൻ പറ്റില്ല. ഈ കവചം കാണുന്നുണ്ടല്ലോ. എന്താ ഇതൊക്കെ? ഇതെങ്ങനെ എന്റെ ദേഹത്ത് വന്നത്? നീ 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 എന്നോട് എന്താ ചെയ്തത്? രുദ്ര, വരൂ, വന്ന് രക്ഷിക്കേ. ഇല്ലെങ്കിൽ ഞാൻ ഇവരെ താഴേക്ക് വലിച്ചെറിയാൻ പോവുകയാണ്. ഇവർ 1000 അടി താഴേക്ക് പോകും, പാതാളത്തിൽ ചെന്ന് വീഴും. നോ നോ
നോ. ഇപ്പോൾ നിനക്ക് മാജിക്കും ചെയ്യാനാവില്ല, പറക്കാനും ആവില്ല. നിനക്ക് ഈ ബ്രിഡ്ജിൽ കൂടി നടന്നു വേണം വരാൻ. ഇത് എന്റെ സ്വപ്ന ലോകമാണ്. ഇവിടെ എന്റെ റൂൾസ് ആണ് നടക്കുന്നത്. മുത്തശ്ശൻ എപ്പോഴും പറയാറുണ്ട്, ഫോക്കസ് ആൻഡ് ബിലീവ്. ഞാൻ സ്വപ്നത്തിലാണ്, പക്ഷെ എനിക്ക് എപ്പോഴും മാജിക് ചെയ്യാൻ പറ്റും. ഞാൻ മാജിക് എന്തായാലും ചെയ്യും. ഫോക്കസ് ആൻഡ് ബിലീവ്. ഫോക്കസ് രുദ്ര. ഫോക്കസ്. ഇതെങ്ങനെ സംഭവിക്കും? നീ എങ്ങനെയാ ഈ മാജിക് ചെയ്തത്? ഇതെങ്ങനെയാ സംഭവിച്ചത്? അതുകൊണ്ടോ സ്റ്റോറിയിലെ ഒരു ട്വിസ്റ്റ്. ഇപ്പൊ മെജീഷ്യനാണ് നിലവിളിക്കുന്നത്. വരുൺ, രുദ്രയാണ് മെജിഷ്യന്റെ നൈറ്റ്മെയർ കാണിക്കുന്നത്, അല്ലെങ്കിൽ മെജിഷ്യൻ രുദ്രയ്ക്കോ? ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് രുദ്രയാണ് സ്വപ്നം കാണിക്കുന്നതെന്ന്. നിർത്ത്. രുദ്ര, ഈ കാണുന്ന ജീവികൾ നിന്റെ ദേഹത്ത് തൊട്ടാൽ നീ എന്നേക്കുമായി സ്വപ്നങ്ങൾ കാണുന്നത് അവസാനിപ്പിക്കും. കാരണം സ്വപ്നം കാണാൻ നീ ജീവിച്ചിരിപ്പുണ്ടാവില്ല. എന്താ ചെയ്യുന്നേ? നീ എന്തായി ചെയ്യുന്നേ? രുദ്രം, നീ എന്തായി ചെയ്യുന്നേ? മാറ് രുദ്ര, മാറാനാ പറഞ്ഞത്. ഞാൻ നിന്നെ വെറുതെ വിടില്ല. അയ്യോ, രക്ഷിക്കണേ. അയ്യോ. പേടിച്ചോ, ഇനിയും പേടിക്കണം. എന്തൊക്കെയോ ഡയലോഗ് അടിച്ചിരുന്നല്ലോ, ഞാനത് ഓർക്കുന്നില്ല. കൊണ്ടുവരൂ, എന്റെ ഈ സ്വപ്നങ്ങൾ കൊണ്ടുവരൂ. നീ ഒരുപാട് പേടിപ്പിക്കുക. പിന്നെ എന്തൊക്കെയാ പറഞ്ഞേ? എന്റെ നിലവിളി ശബ്ദമൊക്കെ നിനക്ക് ഒരുപാട് ശക്തി ഉണ്ടാക്കുന്നു അല്ലേ? പക്ഷെ ഇപ്പൊ എന്തായി? ശരിക്കുള്ള കളി നടക്കാൻ പോകുന്നത്.
ഇനി നീ എങ്ങനെ രക്ഷപ്പെടും രുദ്ര? ദേ നോക്കൂ, ഞാനല്ല, അയാളാണ് നിങ്ങളുടെ ഉറക്കമൊക്കെ ഇല്ലാതാക്കിയത്. നിങ്ങളുടെ ആ ദേശം അവന്റെ മേലെ കാണിക്കൂ. എന്നെ രക്ഷിക്കണേ! അയ്യോ രക്ഷിക്കണേ! അയ്യോ രുദ്ര, ഹെൽപ്പ്! രുദ്ര! അയ്യോ രക്ഷിക്കണേ! അയ്യോ! അയ്യോ! രുദ്ര, ഹെൽപ്പ്! ഇനി പറ, സ്വപ്നത്തിൽ ഇങ്ങനെ പേടിച്ചു വരയ്ക്കുന്നത് നല്ല രസമുണ്ടോ? എന്നെ രക്ഷിക്ക് രുദ്ര, എന്നെ രക്ഷിക്ക്! ഇല്ലെങ്കിൽ ഇവരെ പിടിച്ചു വലിച്ച് അവരോടൊപ്പം കൊണ്ടുപോകും. പിന്നെ എനിക്ക് ഒരിക്കലും തിരിച്ചു വരാനാവില്ല. വിരലിനൊടിക്ക്, എന്നിട്ട് എന്നെ സ്വപ്നത്തിൽ നിന്ന് പുറത്തിറക്ക്. ഹലോ, ചെല്ല്. രുദ്ര, താങ്ക് യു. നീ എന്നെ രക്ഷിച്ചു. സോറി, ഞാൻ എല്ലാവരെയും ബുദ്ധിമുട്ടിപ്പിച്ചു. മാഡം, കുട്ടികൾ, നിങ്ങളെല്ലാവരും എനിക്ക് മാപ്പ് തരണം. ഇനി ഒരിക്കലും ഞാൻ ഈ വഴിയിലേക്ക് വരികയില്ല. ഞാൻ പോവുകയാണ്. ഞാൻ നിന്നെ പോകാൻ അനുവദിക്കില്ല. നിനക്ക് ശിക്ഷ നൽകും. വേണ്ട, ശിക്ഷയും കുഷയും ഒന്നും വേണ്ട. ഞാൻ ഇവിടുത്തെ സ്ഥലം വിടുകയാണ്. നീ വീണ്ടും എല്ലാവരും രക്ഷിച്ചിരിക്കുന്നു. Watch India's largest kids library only on Jio Hotstar. Download the app now.